നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ജോലി വേഗം. വെറുതെ അല്ല പറഞ്ഞ രൂപ വരുന്നത്, അതിനുള്ള ജോലി ചെയ്യണം. പെട്ടെന്ന് ഇതൊന്നും തീർത്ത് അകത്തേക്ക് വാ. ശർക്കര ഉരുട്ടിക്കുള്ള കായ നൂർക്കണം. പിന്നെയും പിടിപ്പത് ജോലിയുണ്ട്. വേഗം വാ. അഖിലും ശ്യാമയും ഇന്നേ തന്നെ ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. അത് നാളെ വെഡിങ് ആനിവേഴ്സറി സമയത്ത് അവരുടെ എത്തുമെന്നാ തോന്നുന്നത്. അവരിവിടെ ഇല്ലെങ്കിൽ എന്താ, വേണ്ട ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അതൊക്കെ നടക്കും. പക്ഷെ അവര് കൂടി ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ സന്തോഷായനെ. താനിവിടെ ഞങ്ങൾ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? നാളെ അഖിക്കും ശ്യാമയ്ക്കും എന്ത് ഗിഫ്റ്റ് കൊടുക്കുന്ന ഞാൻ ചിന്തിക്കുന്നത്. ഇഷ്ടമുള്ളത് കൊടുത്തോളൂ. അപ്പോ വസുവിന് അഭിപ്രായമൊന്നുമില്ലേ? ആനന്ദേട്ടന് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് കൊടുത്തോളൂ. അതിൽ എന്നെ ഉൾപ്പെടുത്തണ്ട. അതല്ലല്ലോ എന്റെ രീതി. ആദിയുടെയും അരുണിന്റെയും എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും താനാ ഗിഫ്റ്റ് സെലക്ട് ചെയ്യുന്നത്. അഖിയുടെ കാര്യത്തിലും ആ പതിവ് ഞാൻ തെറ്റിക്കുന്നില്ല. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. അത് ഞാൻ മാത്രം കൊടുത്തോണം. നമ്മൾ രണ്ടാളും കൂടി ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതല്ലേ നല്ലത്. അഖിയുടെ കാര്യത്തിൽ അത് പറ്റില്ല. അവന് കൊടുക്കുന്ന ഗിഫ്റ്റിന്റെ ക്രെഡിറ്റ് എനിക്ക് മാത്രമുള്ളതാ. അത്രയും വിലപിടിപ്പുള്ള ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാ ഞാൻ അവന് കൊടുക്കാൻ പോന്നെ. നാളെ എനിക്ക് കുറച്ച് നേരത്തെ എണീക്കണം. ഒരു ഫംഗ്ഷന് പോവാനുള്ളതാ. ഞാൻ കിടക്കാൻ പോവാ. ഗുഡ് നൈറ്റ്. ശരി അമ്മേ. കണ്ടോ വസുവിന്റെ മാറ്റം കണ്ടോ? ശ്യാമേന്ന് കേട്ടാൽ അപ്പൊ ദേഷ്യപ്പെട്ടിരുന്ന ആളാ. ഇപ്പൊ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാന്ന്. അതിന്റെ ക്രെഡിറ്റ് ഒറ്റയ്ക്ക് കിട്ടണമെന്ന്. എന്തു മാറ്റമായത്. നാളെ ഫംഗ്ഷൻ കൂടി കഴിയുമ്പോ വസുന്ധര ഫ്ലാറ്റ്. ശ്യാമയാക്കിയ പിന്നെ ഈ വീട്ടിൽ നിന്ന് വിടില്ല. നോക്കിക്കോ. എനിക്കറിയാം, ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ അമ്മ. ചെറിയൊരു മുൻകോപം, ചെറിയൊരു പിടിവാശി, പക്ഷെ മനസ്സ് ശുദ്ധമാ. നോക്കിക്കോ, നാളത്തെ ഫംഗ്ഷൻ ഈ കുടുംബത്തിൽ സ്നേഹത്തിന്റെ പുതിയ തുടക്കമായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.